നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഇത്? അമ്മയുടെ ചിത്രം വീട്ടിൽ വെച്ചതിന്റെ സന്തോഷമാണോ അതോ അമ്മയോർത്തുള്ള സങ്കടമാണോ? കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ. സങ്കടമാണോ സന്തോഷമാണോ എന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത്ര നാളും ഞാൻ അമ്മയെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം അമ്മ ഇല്ലാതായി. ആ സത്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. ആദ്യമൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോ അറിയാതെ അമ്മ എന്നെ വിളിച്ചുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് കയറി വന്നിരുന്നത്. വിളി കേൾക്കാൻ അമ്മ ഇല്ല എന്നുള്ള സത്യം പതിയെ മനസ്സുൾക്കൊണ്ടു. പിന്നെ അതുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങള്. അവിടെ മുതലാ എന്റെ ജീവിതം മാറി മറിഞ്ഞത്. അമ്മ അവശേഷിപ്പിച്ചു പോയ ശൂന്യത എന്തുമാത്രം വലുതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാ. പണം കൊടുത്ത് എന്തും നേടാന്ന് ഞാൻ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. അങ്ങനെയല്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ ഇപ്പൊ നിന്റെ ഉള്ളിലുള്ളത് ഡാഡിയെ തോൽപ്പിച്ചു എന്ന തോന്നലല്ലേ? അങ്ങനെയും പറയാം. അമ്മയുടെ ഒരു ഫോട്ടോ ഈ വീട്ടിലുണ്ടാവണമെന്ന് എനിക്ക് നേരത്തെ ഒന്നും തോന്നിയിരുന്നില്ല. ആ ഒരു ആഗ്രഹം തോന്നിയപ്പോ ഞാനത് ആവശ്യപ്പെട്ടിട്ട് ഡാഡിക്കത് സാധിച്ചു തരാൻ തോന്നിയില്ലല്ലോ. അങ്ങനെയല്ല അക്ഷരേ, നീ ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞത് അപ്പച്ചി നിന്റെ മനസ്സിൽ കുത്തിവെച്ച വിഷം കൊണ്ടാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാ സാർ അത് കാര്യമായിട്ട് എടുക്കാതിരുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അക്ഷര. നിന്റെ അമ്മയോട് ഇത്ര നാളും ഇല്ലാതിരുന്ന സ്നേഹം കാണിച്ച് അമ്മയുടെ ഫോട്ടോയുമായി കാഞ്ചന അപ്പച്ചി വന്നതിന് പിന്നിലും എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഞാനതൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഇത്ര നാളും അമ്മയെ മറന്നതിന് ഒരു പ്രായശ്ചിത്തമായി രാവിലെയും വൈകിട്ടും അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നില് എനിക്ക് വിളക്ക് കത്തിക്കണം. ബാക്കിയൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തരും. അമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഉൾപ്പെടെ. അക്ഷര, ആവശ്യമില്ലാതെ സംശയങ്ങളുടെ കനലുകൾ മനസ്സിലിട്ട് ചുട്ടു നീറ്റരുത്. വെന്ത് വെണ്ണീറായി പോവും. എനിക്ക് സത്യം അറിയണം, അതും ഡാഡിയുടെ നാവിൽ നിന്ന് തന്നെ. ഇങ്ങനെയും ഞാനത് പറയിപ്പിക്കും. സാറേ, എന്ത് പറ്റി സാറേ? പഴയതുപോലെ അല്ലല്ലോ സ്വാമി. ശരീരത്തിന് പകുതി ആരോഗ്യമല്ലേ ഉള്ളൂ. അതല്ല, ഇത് ശരീരത്തിന്റെ ആരോഗ്യം കുറഞ്ഞു പോയതുകൊണ്ടല്ല, മനസ്സിന്റെ കരുത്ത് ചോർന്നു പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നല്ലല്ലോ. ഉറങ്ങാൻ കഴിയുന്നില്ല സ്വാമി. അകാരണമായ ഒരു ഭയം വന്ന് മൂടുന്നു. എത്രയൊക്കെ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചാലും ആ ഭയം എന്നെ കുത്തിവലിക്കുന്നു. സാർ ഇങ്ങനെ തളരാൻ മാത്രം എന്താ സംഭവിച്ചത്? അക്ഷരാമ്മയുടെ എന്തെങ്കിലും കാര്യത്തിന് മുഖം വീർപ്പിക്കുന്നതോ? ആ സ്വഭാവം പണ്ടേ സാറിന് അറിയാവുന്നതല്ലേ? അതല്ല സ്വാമി. 12-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട പെൺകുട്ടി. ആ നാഥത്വത്തിൻ്റെ ആയുധമാണ് രാഗം എനിക്ക് ശത്രുക്കൾ അവളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അവർക്കറിയാം എവിടെ വെട്ടിയാൽ ജയശങ്കറിന് മുറിയോന്ന്. ആ കാര്യത്തിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. അതിന് സാർ എന്തിനങ്ങനെ ഭയക്കുന്നത്? ഉള്ള കാര്യം മോളോട് അങ്ങോട്ട് തുറന്നു പറഞ്ഞാ പോരെ?
സാറിന്റെ ഭാര്യ മായാരഞ്ജിനി മേഡത്തിന്റെ മരണത്തിന്റെ പിന്നില് സാറിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ലല്ലോ. ഈ സ്വാമിയോട് പോലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സാറിനെ പോലുള്ളൊരു പാവം മനുഷ്യന് ഭാര്യയുടെ മരണശേഷം മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛന് എന്തിനാ സാർ മകള് സംശയിക്കുന്നത്? സാറിത് വെച്ച് നീട്ടിക്കൊണ്ടു പോകരുത്. അക്ഷര മേഡവുമായി സാറ് മനസ്സ് തുറന്ന് സംസാരിക്കണം. അക്ഷര മേഡത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മനസ്സ് തുറന്നുള്ള മറുപടി സാറ് പറയണം. അല്ലാതെ ഒരു കുറ്റവാളിയെപ്പോലെ മുഖം മറച്ച് ഒളിച്ചോടുകയല്ല വേണ്ടത്. സത്യത്തിൽ അന്ന് പകല് എന്താ സാറെ സംഭവിച്ചത്? സാർ ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് എത്തുമ്പോഴേക്കും മായാരഞ്ജിനി മേഡം മരിച്ചു. അത്രേ എനിക്കറിയൂ. സ്വാമി, ഞാൻ കുഴിച്ചുമൂടിയ ഓർമ്മകളിലേക്കൊന്നും സ്വാമി എന്നെ കൊണ്ടുപോകരുത്. പിന്നെ മനസ്സിന്റെ കരുത്ത് നഷ്ടപ്പെട്ട് തളർന്നു തൂങ്ങി ജീവിക്കാനും എനിക്ക് താല്പര്യമില്ല. സാറ് ധൈര്യമായിട്ടിരിക്കും. സത്യം സാറിന്റെ ഭാഗത്തുള്ളിടത്തോളം കാലം സാറ് ജയിക്കും. സത്യം സാറിന്റെ ഭാഗത്തുള്ളിടത്തോളം കാലം. എന്തായാലും നാളെ അവിടെ പോവാം അല്ലേ അമ്മേ? എവിടേക്കാ മോളെ? ഷോ, ഈ അമ്മയുടെ ഒരു മറവി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സിദ്ധുന്റെ ചേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞു? ഓ അതോ? എന്താ അവരുടെ പേര്? പ്രേമേച്ചി. പോകുന്നൊക്കെ കൊള്ളാം, സൂക്ഷിച്ചോണം. മോളെ തല്ലി ഇറക്കി വിട്ടവളല്ലേ, എന്നെങ്കിലും ഒരിക്കൽ ഒരെണ്ണം ഞാൻ തിരിച്ചു കൊടുക്കും. എങ്ങനെ എന്റെ പൊന്നു പാർവതി, നീയാണോ ആളെ തല്ലാൻ പോകുന്നേ? ബെസ്റ്റ്. പാർവതി ഇങ്ങനെ നടക്കാത്ത കുറെ സ്വപ്നങ്ങൾ കാണും. അതൊക്കെ അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങളല്ലേ. പെട്ടെന്നൊരു ദേഷ്യത്തില് ആരായാലും പ്രതികരിച്ചു പോകും. അവരത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തില്ലേ. ഇപ്പൊ ചെവിക്ക് പിടിക്കാതെ ദേവിക മോളെ നമ്മൾ ലാളിച്ചു കൊണ്ടു നടക്കുന്ന പോലെയാണോ മറ്റുള്ളവരെ? അപ്പൊ അച്ഛൻ എനിക്കിട്ട് 2 തരണം എന്നൊക്കെ ഉണ്ട്. ആ ചില സമയത്ത് എന്റെ മോടെ വാശിയും കുറുമ്പും ഒക്കെ കാണുമ്പോ അച്ഛൻ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഞാനങ്ങ് പോട്ടെ എന്ന് വെക്കുന്നേ. തരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തരാമല്ലോ. ആ മോളെ, ആര് സംസാരിക്കാൻ വിളിച്ചാലും സംസാരിക്കണം. ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണ്. പിന്നെ നമ്മുടെ സുരക്ഷയും കൂടെ നോക്കണമെന്ന് മാത്രം. ചതിയിലൊന്നും പോയി ചാടത്തില്ലെന്ന് എനിക്കറിയാം. സിദ്ധുവിന്റെ ചേച്ചി ഒരു എടുത്തിയാട്ടക്കാരിയാന്നേ ഉള്ളൂ. കൊടും വിഷമാന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തായാലും അവര് സംസാരിക്കട്ടെന്നേ. പറയുന്ന എന്നാന്ന് കേക്ക്. എന്തു പറയാന്? ദേവിക മോളെ വിരട്ടാനായിരിക്കും, വിരട്ടി പിന്തിരിപ്പിക്കാനായിരിക്കും. പിന്തിരിപ്പിക്കാനായിട്ട് ഞാൻ മുൻപോട്ടൊന്നിനും പോയിട്ടില്ലല്ലോ അമ്മേ. ഞങ്ങൾ ഉന്തി വിടേണ്ടി വരൂ ഇനി. അവരിനിയും വിളിച്ച ചെല്ലൂന്ന് തന്നെ പറഞ്ഞേക്ക്. അല്ലേ മനോഹരേട്ട? എന്നല്ലാതെ. ഉം